എല്ലാവരും തളർന്ന് കിടക്കണം. 54 അമ്മമാരുണ്ട്. അവരത്രയും ഞങ്ങൾ 4 പേരെ നൈറ്റിനുള്ളു. അത്രയും കഷ്ടപ്പെട്ടാണ് മോളെ ഞാൻ എടുത്തിട്ട് വരുന്നത്. എനിക്ക് വയ്യ, തീരെ വയ്യ. ഇപ്പൊ ഈ പോലീസ് ആക്രമിക്കാതെ ഒരിക്കലും ഇങ്ങനെ ആവൂല. അതുകൊണ്ട് ഇത് എന്തെങ്കിലും നടപടി എല്ലാവരും കൂടി. നിർത്താതെ പോയ ബൈക്കുകാരെ പോലീസ് ലാത്തി കൊണ്ട് എറിഞ്ഞു വീഴ്ത്തി മർദ്ദിച്ചെന്ന സംഭവം ഇപ്പോൾ കേരളത്തിൽ വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ യുവാക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. ഇപ്പോൾ നമ്മളുള്ളത് പരിക്കേറ്റ, അതായത് മർദ്ദനത്തിൽ വലിയ രീതിയിൽ പരിക്കേറ്റ യുവാക്കളിൽ ഒരാളായ വിശാഖിന്റെ വീടിന് മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ വീട്ടുകാരുടെ അടുത്ത് നമുക്ക് ചോദിക്കാം ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന്. ഞാൻ ജോലിക്ക് പോയാണ് ഞാൻ ഈ വീട് നോക്കണം. എനിക്ക് 62 വയസ്സുണ്ട്. ഇപ്പം ഈ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാനും എന്റെ മോനും മാത്രമേ ഉള്ളൂ. അപ്പൊ മോൻ ഇപ്പൊ അവിടെ ആയിരുന്നു. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. മോൻ എന്തായിരുന്നു ജോലി? മോൻ ആയുർവേദ ഫിസിയോതെറാപ്പി ആയിരുന്നു. എന്താണ് ആ ഒരു സംഭവ ദിവസം ഓഗസ്റ്റ് 6-ാം തീയതി എന്താണ് ശരിക്കും സംഭവിച്ചത്? വെച്ചത് എനിക്ക് BP വണ്ടേ കയറി. അങ്ങനെ എൻ്റെ കൂടെ CT സ്കാൻ ചെയ്യാൻ പറഞ്ഞു. ഇപ്പോഴെൻ്റെ പൈസ ഇല്ലായിരുന്നു. ഞാൻ അങ്ങനെ എനിക്ക് ഗുളികയൊക്കെ കഴിയി തന്ന ട്രിപ്പ് ഇറക്കി ഞാൻ എൻ്റെ വാർഡിൽ വന്നു. വാർഡിൽ വന്നപ്പോൾ മോൻ്റെ കോളയിൽ കിടന്നു. അങ്ങനെ എൻ്റെ കൂടെ നിന്ന് സ്റ്റാഫ് തിരിച്ച് വിളിച്ചിന് അമ്മയ്ക്ക് BP ആയി വയ്യായിരുന്നു എന്ന് പറയും. നീ ഇന്ന് വരണ്ട, ഞാൻ വരട്ടാന്ന് വെച്ചാൽ രാത്രി വരണ്ട, നിങ്ങൾ നാളെ വന്നാൽ മതിയെന്ന് പറയും. കുറവുണ്ടെന്ന് എന്നെ കാണാൻ വന്ന വരവാണ്. രണ്ടുപേരും കൂടി അല്ലേ? അമ്മ മാത്രമേ. മറ്റേ അമ്മ അവിടെ അവന് ഈ ബിൽഡിങ്ങിന്റെ പണിയായിരുന്നു. അപ്പൊ ഇവർ രണ്ടും കൂട്ടുകാരാണ്. ഒരു അടുത്തടുത്ത് തന്നെ വീടും. അങ്ങനെ അവനെ കൂടെ കൂട്ടി വിളിച്ചോണ്ട് വന്നത്. അങ്ങനെ വരുന്ന വഴിക്ക് അവര് മദ്യപിച്ചു എന്നൊക്കെ പറയും. അവര് ശകലം മദ്യപിച്ചിരുന്നു. അതെന്താ പറഞ്ഞ് എനിക്ക് ശരീരവേദന, തടവല്ലേ, അതുകൊണ്ട് ശരീരവേദനയായിട്ട് ഞാൻ സ്ഥിരം മദ്യപിക്കുന്ന ആളല്ല അത്. അപ്പോഴേ ഇവർ രണ്ടും കൂടെ, മറ്റേ കൊച്ചാണ് വണ്ടി ഓടിച്ചിരുന്നത്. ഇവിടെ ഇവര് വണ്ടി ഓടിച്ചു പോയപ്പോ ഇവര് കൈ കാണിച്ചിട്ട് നിർത്താത്തോണ്ട് ഇത്തിരി അപ്പുറത്തോട്ടാണ് നിർത്തി. അപ്പൊ ലാത്തിക്ക് എറിഞ്ഞെന്ന് പറഞ്ഞ കൊച്ചു. പിന്നെ എന്നിട്ട് അവര് ബാക്കിൽ നിന്ന് വണ്ടി കൊണ്ട് ചെന്ന് ഇവരെ തട്ടിയിടുകയാണ് ചെയ്ത്. ആ തട്ടിയിട്ടപ്പോൾ പിറവൊന്നും ഒരഞ്ഞതൊന്നുമില്ല. പിന്നെ ക്യാമറ ഇല്ലാത്ത സ്ഥലത്തോട്ട് അവരെ വണ്ടി കയറ്റി കൊണ്ടുപോയാണ് ഈ കൊച്ചുങ്ങളെ ഇതാക്കിയത്. അവിടുന്ന് വണ്ടി കയറ്റി കൊണ്ടുപോയാണ് ഈ ദേവത്തിൽ അത്രയും ചെയ്തത്. അപ്പൊ ഞാൻ ആശുപത്രിയിൽ തന്നെ ഇങ്ങനെ ഒരു 3 മണിയായപ്പം ഇവിടുത്തെ ബാലേന്ദ്രൻ മെമ്പറാണ് വിളിച്ചു പറഞ്ഞത്. അങ്ങനെ എനിക്ക് ഇത്തിരി ഒറ്റയ്ക്ക് വരണോണ്ട് രാത്രി ഇറങ്ങത്തില്ല, ആട്ടോയും ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ രാവിലെ വിളിച്ച ശേഷമാണ് ഞാൻ ഇവിടെ പെട്ടെന്ന് വന്നും കൊച്ചിന്റെ തുണികളും എടുത്ത് ചികിത്സാ കാർഡും എടുത്തുകൊണ്ട് ഞാനും എൻ്റെ നേരെ മൂത്ത ആങ്ങളെ പെണ്ണും കൂടെ ആട്ടോയിൽ പോയി. അവിടെ ചെന്നപ്പോൾ എൻ്റെ കൊച്ചിന്റെ വിളിയാണ് ഞാൻ കേൾക്കണത്. അങ്ങ് ഒരു കൊച്ചു കാർഡ് പാസും കൊണ്ടുവന്ന് ഞാൻ അകത്ത് കയറിപ്പോയി കൊച്ചിന്റെ ഒരു അറ്റൻഡർ ഇറങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഈ കൊച്ചിക്ക് രക്തത്തിൽ കുളിച്ച് കിടക്കണം. അവന്റെ വിളിയാണ് ഞാൻ കേൾക്കണത്. കുറച്ച് കഴിഞ്ഞ് അവർ അടിയിൽ എന്തോ ഒക്കെ വെച്ചൊക്കെ കെട്ടിയിട്ട് അവരിഞ്ഞ് കൊണ്ടുവന്ന് 2-ാം വാർഡിൽ 5-ാം വാർഡിൽ 2ാമത്തെ നിലയിലാണ് കൊണ്ട് കിടത്തിയത്. ഇവിടെ നിന്ന് ആള് ചെന്ന ശേഷം മാത്രമേ ട്രോളിയിൽ നിർത്തുള്ളൂ. അതുവരെ അവനെ അവിടെ ഇട്ടിരുന്നു. അത്രയും നേരം രക്തം മാറുന്ന കൊച്ചാ ട്രോളിയിൽ കിടന്നു. എനിക്ക് ആരുമില്ല, ഞാൻ മാത്രമേ കൊച്ചേ ഉള്ളായിരുന്നു. അമ്മ അവിടെ എന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എനിക്ക് ഒട്ടും വയ്യാതെ ഞാൻ പോണ. എൻ്റെ വീടിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഒരുപാട് തവണ പഞ്ചായത്തിലൊക്കെ എഴുതി കൊടുത്ത ഒരു ഇതുമില്ല. ഈ അടുത്ത കാലത്ത് ബ്ലോക്കിൽ നിന്ന് ആള് വന്നു ഈ വീടിന്റെ ഫോട്ടോയൊക്കെ എടുത്തോണ്ട് പോയി. എനിക്ക് ഒട്ടും വയ്യാതെ ഞാൻ ജോലിക്ക് ഇറങ്ങി പോണ. എൻ്റെ കാലിന്റെ 2 മുട്ടും തേയ്മാനമാണ്. നടക്കാൻ ബാൻഡേജ് ഇട്ടുകൊണ്ടാണ് ഞാൻ പോണത്. ഇപ്പൊ പോലീസ് പറയുന്നത് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, അവർക്ക് അപകടത്തിലാണ് പരിക്കേറ്റതെന്നാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ കൊച്ചുങ്ങളെ പിറത്ത തൊലി പോകൂലേ? ഒരു ശകലം തൊലി ഇളവിയിട്ടില്ല, എല്ലായിടത്തും പൊട്ടല. അങ്ങനെ ഞാൻ വിചാരിച്ചു ഗോകുലത്തിൽ ജോലി ചെയ്യാം, യവനെ നോക്കാമെങ്കിൽ അങ്ങോട്ട് മാറ്റാമെന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ മൂത്ത മോൻ എക്സ്റേയുടെ ഫോട്ടോ എടുത്ത് ഫോണിലിട്ട് എന്ന് ഞാൻ കൊണ്ട് ഗോകുലത്തിലെ ഏറ്റവും നല്ല ഡോക്ടർ കുമാർ സാറിനെ കാണിച്ചപ്പോൾ പറഞ്ഞ അമ്മ ഈ മുട്ട് മൊത്തം പൊട്ടിപ്പോയി, 2.5 ലക്ഷം രൂപ സർജറി ഇന്നേരം മേടിച്ച് വയ്ക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. മേടിച്ച് വയ്ക്കണമെന്ന് പറഞ്ഞു. ചികിത്സാ കാർഡിൽ നിൽക്കൂല, 6,80,000 രൂപ ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ തന്നെ എന്തെങ്കിലും ചെയ്ത് കൊണ്ടുവരാം, ഈ ഓപ്പറേഷൻ ചെയ്ത് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. പിന്നീട് ഈ കൊച്ചിന് ബോധം നല്ല ഇതായപ്പോഴാണ് ഇവൻ പറഞ്ഞത് ഇത് വണ്ടി ആക്സിഡന്റ് അല്ല അമ്മ. എൻ്റെ മൂത്ത മോൻ്റെ ചേട്ടാ വണ്ടി ആക്സിഡന്റ് അല്ല, ഞങ്ങളിങ്ങനെ ഉപദ്രവിച്ചാണ്, ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയാണ് ഉപദ്രവം. ഷൂവിനാണ് ചവിട്ടിയത് മൊത്തം. തോളില് ഷൂവിനെ ചവിട്ടി പൊട്ടല്.
ഇവിടെ പൊട്ടലുണ്ട്. പിന്നെ കൈ ചവിട്ടി രണ്ടുപേരെ വലതേ കൈയും ആണ് ചവിട്ടി ഓടിച്ചത്. 3 സ്ഥലത്ത് പൊട്ടലുണ്ട് കയ്യിൽ. പിന്നെ വാരിയല് പൊടിഞ്ഞിട്ടുണ്ട്. പിന്നെ മുട്ട് ഈ ചിരട്ട ഇങ്ങനെ പൊട്ടി താഴോട്ടും പൊട്ടലുണ്ട്. ചെവിയിലെവിടെ ഇതൊക്കെ അവിടെ ഈ ഈ ബോധം നേരെ ആയപ്പോ മൂത്ത കൊച്ചിൻ്റെ കൂടെ പറഞ്ഞതാണ് ഞാൻ കേട്ടോണ്ടിപ്പോ അവിടെ തിരക്കത്തിനൊക്കെ ഒന്ന് ഇങ്ങനെ എല്ലാവരും വന്നപ്പോ എല്ലാം പറഞ്ഞു. ബിബിന് ഒരുപാട് സംസാരിക്കാൻ വയ്യ. ബിബിൻ ശകലം അടി കൊണ്ടത് മാത്രമേ അറിയാവുന്ന അവൻ പറഞ്ഞു. ഇവനാണ് കാര്യങ്ങൾ ഇത്രയെങ്കിലും പറഞ്ഞങ്ങനെയാണ് ഞങ്ങൾ അറിയണം, ഞങ്ങൾ ആക്സിഡന്റ് ഒന്നും പറഞ്ഞിരുന്നത്. ഒരു നിവർത്തിയില്ല. ഇതുവരെ 10-40 എന്നെ കടം മറിച്ചാലും എന്നെ കൊണ്ട് ഒരു നിവർത്തിയില്ല. ഞാൻ പോയാൽ എനിക്ക് കിട്ടണ 10-13 രൂപയേ ഉള്ളൂ. എന്ത് നീതിയാണ് ഇപ്പോ പ്രതീക്ഷിക്കുന്നത്? പണമായിട്ട് എന്തെങ്കിലും സഹായിക്കണം എന്നാണ്. ഈ കൊച്ചുങ്ങൾക്ക് ചെലവാവണ പൈസ ഈ കൊച്ചുങ്ങളെ എങ്ങനെ ഇനി എന്റെ മോനെ എങ്ങനെ ഞാൻ രക്ഷിച്ചെടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരുപാട് പൈസ വേണ്ടേ. ഇനി അതിനൊന്നും എന്നെ കൊണ്ട് പറ്റൂല. അതിനെ എനിക്ക് രക്ഷിച്ചെടുക്കണം. എനിക്ക് അത് കൊച്ചു മാത്രമല്ല, ഇവന്റെ 6 വയസ്സിലാണ് അവന്റെ അച്ഛൻ മരിക്കുന്നത്. ഇപ്പോ പരാതി ഏതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു? ഇപ്പൊ പരാതി ആദ്യം പത്രത്തിലുള്ള വന്നു, പിന്നെ വന്നത് CBI വന്നു, ചാനലിൽ ഉള്ളവർ വന്നു, പിന്നെ 2 പോലീസ് പിന്നെ വന്നു. പിന്നെ ഇന്നലെ കാലത്ത് 2 പോലീസ് വന്നെന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ ആ പോലീസ് വന്നപ്പോ ഇല്ലായിരുന്നു. പിന്നെ കോൺഗ്രസിന്റെ 1-2 പേര് വന്നു. ഇതുവരെയായിട്ടും വേറെ നടപടികളൊന്നും ഇതുവരെ ഉണ്ടായില്ല. അപ്പൊ ഈ കൊച്ചുങ്ങളെ എനിക്ക് രക്ഷിച്ചെടുക്കണം. എന്റെ കൊച്ചിനെ എനിക്ക് രക്ഷിച്ചെടുക്കും. മുകളിലോട്ട് നോക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. ഇപ്പോഴത്തന്നെ 10-40 രൂപ കടം മറിച്ചാണ് ഞാൻ ആശുപത്രി ചെലവ്. 3 ദിവസം കഴിഞ്ഞാണ് ചികിത്സാ കാർഡ് തന്നത്. അതുവരെയുള്ള മെഡിസിൻ അത്രയും എടുത്തോണ്ടെന്ന്. CT സ്കാൻ ചെയ്ത്, കണ്ണിന്റെ സ്കാൻ ചെയ്ത്, അതുവരെയുള്ള പൈസ അത്രയും ഇപ്പൊ ഒരു 40 അല്ല 10-45 രൂപ ആയിട്ടുണ്ട് ഇപ്പൊ എല്ലാം കൂടെ. ഇപ്പൊ ഈ പോലീസിന്റെ അതിക്രമത്തിനെ കുറിച്ച് എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? പിന്നെ അവരൊക്കെ ഇങ്ങനെ ഒരു കൊച്ചുങ്ങളെ ഇനി ഇവർ ചെയ്യരുത്. ഇത് എങ്ങനെയാണ് തിരക്കം ചെയ്ത് ഇത് നിയമപരമായിട്ട് കൊണ്ടുവരണം. ഇനി ഒരു കൊച്ചുങ്ങളെ ഒരു ഉപദ്രവിക്കരുത്. ഇങ്ങനെ ഈ പാവട്ട കൊച്ചുങ്ങളെ ജോലിയെ തിന്നാൻ വയ്യാതാക്കിയില്ലേ ഇവര്. എനിക്ക് ആ ഒരു കൊച്ചിന്റെ പ്രതീക്ഷയുള്ളായിരുന്നു. അതിനെന്തെങ്കിലും ആയിട്ട് എനിക്ക് മതിയാക്കണം, എനിക്ക് തകലം വയ്യെന്നാണ് ഞാൻ വിചാരിച്ചത്. മതിയാക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ ഇനി എത്ര നാളെയായി ഈ കൊച്ചിനെ അന്വേഷിച്ചെടുക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. ഇതെന്താണെന്ന് തിരക്കം ചെയ്ത് ഞങ്ങൾക്ക് ഇത് എന്തെങ്കിലും നേട്ടം ഗവൺമെന്റ് കാണിച്ചു തരണം. കൊച്ചുങ്ങളെ രക്ഷപ്പെടുത്തി എടുത്തേ പറ്റൂ. അതിനൊക്കെ നല്ല ഇതൊക്കെ ചികിത്സ കൊടുത്താല് നേരെ വാരിയെല്ലൊക്കെ പൊടിഞ്ഞു പോയി. ഇപ്പോഴൊന്നും ഈ അടുത്ത കാലത്തൊന്നും ജോലിക്ക് ഇറങ്ങക്കൂല. അവൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യണ ഹോസ്പിറ്റലിന്റെ പേര് അവൻ അവിടെ പറഞ്ഞു. എനിക്ക് അറിഞ്ഞൂടാ പേര്. ഡോക്ടർമാർ എന്താണ് പറഞ്ഞത്? ഇത് അപകടത്തിൽ ഉണ്ടായെന്നാണോ പറയുന്നത്, അതോ ഒരു പോലീസിന്റെ മർദ്ദനത്തിൽ മർദ്ദിച്ചു കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ 2 പരിക്കാണല്ലോ ഉണ്ടാകുന്നത്? എന്താണ് ഡോക്ടർമാർ പറയുന്നത്? വീണ് കഴിഞ്ഞാൽ ഇത് മുറിവേ കാണും. ഡോക്ടർമാരിനി എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല, എന്റെ മോന്റെ അടുത്ത് പറഞ്ഞാന്ന് എനിക്ക് അറിഞ്ഞൂടെ. മൂത്ത മോനാണ് ആശ്രയിക്കുന്നത്. അവൻ ഇവിടെ അല്ല, അവൻ പൊള്ളാച്ചിയിലാണ്. അവൻ ഈ സംഭവം ഇങ്ങനെ നടന്നപ്പോഴും ഞാൻ അവനെ ഫോൺ ചെയ്താണ് അവൻ വന്നത്. രാവിലെ 6:30 വന്നിട്ട് 11:30 ഇവൻ ഇറങ്ങി അവിടെ ആശുപത്രിയിലെത്തിയത്. അവർ യമനെ ഞാനും ആക്സിഡന്റ് എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ കൊച്ചിന് നേരെ ഇത് ബോധം വീണപ്പോൾ ഈ കൊച്ചു കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അവരെ ശരിക്കും ഉപദ്രവിച്ചു. അവരെ ഷൂവിനാണ് ചവിട്ടിയത്, അത്രയും ഷൂവിനാണ്. എന്നിട്ട് എന്റെ ഷൂട്ടാണ് ഇതെല്ലാം ഷൂട്ടാണ് ചവിട്ടി. അവരെ ഒരു തൊലി പോലും ആക്സിഡന്റ് ആണെങ്കിൽ തൊലി പോകും. എന്തായാലും റോഡിൽ ഒരഞ്ഞ് തൊലി പോയിരിക്കില്ല. ഇത് ആക്സിഡന്റ് അല്ല, ഇതെല്ലാം ചവിട്ടി ശരീരത്തിന്റെ ഉള്ളിലാണ്. ഉള്ളിൽ വാരിയല് പൊടികൊണ്ട് ഈ തോള് പൊട്ടലുണ്ട്. അത് ചവിട്ടിയാൽ ഒരഞ്ഞിരിക്കണം. ഇവിടെ ഈ കൈ കരിനീലിച്ച് കിടക്കണം. ഷൂവിന് കണ്ട ഇങ്ങനെ തിരുമിയത്. അത് മുറിവില്ല, കരി വാരി തേച്ചതുപോലെ ഇരിക്കണം കയ്യിൽ. ഇതെല്ലാം ഇവര് നേരെ ഇവര് 2 പേരും നല്ലപോലെ ഇവര് 2 കൊച്ചുങ്ങളെ ഇവര് ചാവോന്ന് വിചാരിച്ച് ഇവരവിടെ ഇട്ടിട്ട് പോയതാണ്. പക്ഷെ ആരെ കണ്ട് 108 വിളിച്ച് അവിടെ കൊണ്ട് എത്തിച്ചിട്ട് അവരും പോയി. പിന്നെ അതൊരു ഭാഗ്യമാണ് എത്തിച്ച കാര്യം. എങ്ങനെയെങ്കിലും ഈ കൊച്ചുങ്ങളെ ഞങ്ങൾ ആരെങ്കിലും കൊണ്ട് എത്തിച്ചല്ലോ. അതുകൊണ്ട് ഈ ജീവൻ രക്ഷ കിട്ടി. പക്ഷെ ഈ രക്തം വാർന്ന് അവിടെ ആരും ചെല്ലാതിരുന്നെങ്കിൽ ഈ കൊച്ചു രക്തം വാർന്നത് പിന്നെ ഉപദ്രവിച്ചിട്ടാണ് മരിച്ചെന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് എന്റെ മോൻ ഈ സംഭവം പറഞ്ഞ ദിവസം എന്റെ മോൻ അവിടെ ചെന്നപ്പോഴും ഇവൻ ഈ അവിടെ എങ്ങും ഒരു ക്യാമറ ഒന്നുമില്ല. ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയാണ് ഇവർ ഉപദ്രവിച്ചത് കൊച്ചിന്, ഈ 2 പിള്ളേരെ. ദിവിന്റെ ഭാര്യ പറഞ്ഞത് ഈ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആത്മഹത്യ ചെയ്യും, മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്യുന്നുള്ള ഒരു അവസ്ഥയിലാണ് ഉള്ളത്.
കാരണം ഇനി ഭർത്താവ് എണീറ്റ് നടന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് ജീവിതം രണ്ട് പെങ്കൊച്ചുങ്ങളാണ്, ഇരട്ട കൊച്ചുങ്ങളാണ്. 3 വയസ്സായതായ 2 പെങ്കൊച്ചുങ്ങളാണ് അവൾക്ക്. അതുകൊണ്ട് അവള് ഭയങ്കര കരച്ചിൽ തന്നെയായിരുന്നു അവള് ഇന്നലെ. എന്റെ അമ്മയും ഞാൻ കരഞ്ഞപ്പോ അമ്മ കരയാനി, അമ്മ പിടിച്ചു നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല മോളെ, എനിക്ക് BP ഷുഗറും എല്ലാം ഉണ്ട്, എനിക്ക് കൂടുതൽ ജോലിക്ക് പോകാനും പറ്റില്ല, ഈ കൊച്ചിന്റെ ഒരാശ്രയേ എനിക്കുണ്ടായിരുന്നു. ഞാൻ ഇത്രയും നാൾ അവനെ നോക്കിയാണ് ഇരുന്നത്. ഇനി ഞാൻ എന്തേലും ചെയ്യും, ഈ കൊച്ചിനെ നല്ലപോലെ ആക്കിയെടുക്കാൻ ഞാൻ എന്തേലും ചെയ്യാം മക്കളെ, എന്നെ കൊണ്ട് പറ്റൂല. നമ്മളെ വീട് കണ്ട ഒരു വീട് പോലും ഞങ്ങൾ കയറി കിടക്കാൻ അത്രയും ചോരയാണ്. ആ പുകയോട്ടി കൂടെ മൊത്തം വെള്ളമാണ്. പാത്രം പറക്കി വെച്ചിട്ടാണ് ഞാൻ ആശുപത്രി പോണത്. എനിക്ക് 1:30 ജോലിയാണ്. ഞാൻ ഇന്ന് രാവിലെ 8 മണിക്ക് കയറി, നാളെ 8 മണിക്ക് ഇറങ്ങും. ഈ ആക്സിഡന്റിന് ശേഷം ഞാൻ ആശുപത്രിയിൽ നിന്നിട്ട് ഞാൻ അവിടെ നിന്നാണ് 8 മണിക്ക് ജോലിക്ക് ഗോകുലത്തിൽ 6 മണിക്കുള്ള ബസ്സിലൊന്ന് ഗോകുലത്തിൽ ജോലിക്ക് കയറണത്. എന്നിട്ട് ഞാൻ ഉറക്കം ഒഴിഞ്ഞിട്ടാണ് ഇവിടെ നിന്നാണ് ഞാൻ ആശുപത്രി വന്നത്. ഇതിലുള്ള 12 ബസ്സിലാണ് ഞാൻ പോണെന്ന് എനിക്ക് എന്റെ കൊച്ചുങ്ങൾ പറഞ്ഞ അമ്മ എത്തിക്കിടന്ന് ഉറങ്ങുന്നു, വരണ്ടെന്ന് ഈ ശ്ലേഷവും വയ്യ. ഞാൻ വയ്യാതെയാണ് ചെന്ന് ജോലി ചെയ്യണം. അമ്മമാരെ എടുക്കണം ജോലി. എല്ലാവരും തളർന്ന് കിടക്കണം. 54 അമ്മമാരുണ്ട്. അവരത്രയും ഞങ്ങള് 4 പേരെ നൈറ്റിനുള്ളു. അത്രയും കഷ്ടപ്പെട്ടാണ് മോളെ ഞാൻ എടുത്തിട്ട് വരുന്നത്. എനിക്ക് വയ്യ, തീരെ വയ്യ. ഇപ്പൊ ഈ പോലീസ് ആക്രമിക്കാതെ ഒരിക്കലും ഇങ്ങനെ ആവൂല. അതുകൊണ്ട് ഇത് എന്തെങ്കിലും നടപടി എല്ലാരും കൂടെ ചെയ്തേ പറ്റൂ. പോലീസിന്റെ അക്രമത്തിൽ ഒരു കുടുംബത്തിന്റെ മൊത്തമായിട്ടുള്ള ഒരു അത്താണിയെയാണ് ഇല്ലാതാക്കിയത്. ഒരു അമ്മയും മകനും മാത്രമാണ് ഈ ഒരു വീട്ടിൽ താമസിച്ചിരുന്നത്. പക്ഷേ ആ വീട്ടിലെ ഒരു അത്താണിയാണ് പോലീസിന്റെ ഈ ക്രൂരമർദ്ദനത്തിലൂടെ കിടപ്പിലാക്കിയിരിക്കുന്നത്. ഈ കുടുംബത്തെ ഇനി ആര് നോക്കും? ഈ അമ്മയ്ക്ക് ഇനി ആരാണുള്ളത് എന്നുള്ള ചോദ്യം കൂടി നിലനിൽക്കുകയാണ്. മാത്രമല്ല, ഇനി എത്ര നാൾ കഴിഞ്ഞായിരിക്കും ഈ അമ്മയ്ക്ക് മകനെ ആ ഒരു എഴുന്നേറ്റ് നടക്കുന്ന ആ പഴയ മകനെ തിരിച്ചു ലഭിക്കണമെങ്കിൽ ഒരുപാട് ചികിത്സകളും കാര്യങ്ങളൊക്കെ ഇനിയും കിടക്കുകയാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോലീസ് എത്തിച്ചത് എന്തിനാണ് എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഉടനെ തന്നെ ഈ ഒരു സംഭവത്തിൽ ഒരു പരിഹാരം കാണണം. പോലീസ് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ അധികൃതർ തന്നെ ഈ ഒരു സംഭവത്തിൽ ഉടനെ തന്നെ ഉത്തരം നൽകണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. പോലീസിന്റെ ഈ ക്രൂരത, കേരളത്തിൽ പോലീസ് കാണിച്ചു കൂട്ടുന്ന, പിണറായി സർക്കാരിന്റെ സ്വന്തം പോലീസുകാർ കാണിച്ചു കൂട്ടുന്ന ഇത്തരത്തിലുള്ള നരവേട്ട അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ്. കേരളത്തിൽ പലതരത്തിലുള്ള നരവേട്ടകൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പലതും നമ്മൾ കേട്ടറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ച് ദയനീയമായി പോയി എന്ന് തന്നെ പറയാതിരിക്കാൻ വയ്യ. നമുക്ക് എന്തായാലും വളരെ വേദനാജനകമായിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. എന്തായാലും ഇതിനൊരു പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം വേണമെന്ന് തന്നെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ക്യാമറാമാൻ അശ്വിനൊപ്പം വിസ്മയ വെങ്കടേഷ്.